മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്നേഹം കിട്ടൂ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? ഇതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രം തന്നെയുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്തിയ നിമിഷം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കൊണ്ടൊരു ഉപയോഗവുമില്ലാതായ ആ നിമിഷം, പിന്നെ ആരും നിങ്ങളെ ഓർക്കില്ല, എല്ലാവരും അങ്ങ് മറന്നുപോകും. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ഇതൊരു വെറും തോന്നലല്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ വളരെ ആഴത്തിലുള്ള ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു ചർച്ചയില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, ആദ്യം സ്നേഹവും ഉപയോഗവും തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി സംസാരിക്കും. പിന്നെ ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, അത് മുതിരുമ്പോൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര മടി, പിന്നെ നമ്മളെ ആരെങ്കിലും റീപ്ലേസ് ചെയ്യുമോ എന്നൊരു പേടി, അവസാനം നിങ്ങളായിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കിടക്കാം. സ്നേഹവും ഉപയോഗവും. സത്യം പറഞ്ഞാല് ഇത് അടിസ്ഥാനപരമായ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. സാധാരണയായിട്ട് ഒരു റിലേഷൻഷിപ്പില് ആളുകൾ എന്താണ് ചിന്തിക്കുക? അവർ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: അവർക്ക് എന്നോട് സ്നേഹമുണ്ടോ, അല്ലേ? പക്ഷേ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ ചോദിക്കുന്ന ചോദ്യം നേരെ തിരിച്ചായിരിക്കും: ഞാൻ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന്. കണ്ടില്ലേ ആ മാറ്റം? സ്നേഹത്തിൽ നിന്ന് ഫോക്കസ് നേരെ ഉപയോഗത്തിലേക്ക് മാറുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണ്? നമുക്ക് പിന്നോട്ട് പോയി നോക്കാം, നമ്മുടെ കുട്ടിക്കാലത്തെ പാഠങ്ങളിലേക്ക്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെയൊക്കെ തലച്ചോറ് ഒരു കാര്യം പഠിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണെന്നോ? ചുറ്റുമുള്ളവരുമായ ഒരു കണക്ഷൻ ഉണ്ടാക്കാനും സ്വയം സുരക്ഷിതരാണെന്ന് ഉറപ്പിക്കാനും വേണ്ടിയാണിത്. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. എന്താണിതെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയിൽ ജയിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ളപ്പോൾ മാത്രം സ്നേഹവും അംഗീകാരവും കിട്ടുന്ന ഒരവസ്ഥ. അപ്പോൾ തലച്ചോറ് എന്ത് പഠിക്കും? ഓ, ഞാൻ ഉപകാരപ്പെട്ടാൽ മാത്രമേ എന്നെ ആൾക്കെങ്കിലും ഇഷ്ടപ്പെടൂ, അല്ലെങ്കിൽ എനിക്ക് വിലയില്ല. ഈ ഒരു പാഠം അവിടെ ഉറച്ചുപോകും. ശരി, കുട്ടിക്കാലത്ത് പഠിച്ച ഈ പാഠം മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഫലമായിട്ട് നോ എന്ന് പറയാനൊരു ഭയങ്കര പേടിയായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അഥവാ പറഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റാത്ത കുറ്റബോധവും ടെൻഷനും വരും. വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും തോന്നില്ല. കാരണം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഒരുതരം അപകടമാണെന്ന് നമ്മുടെ തലച്ചോറ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാതെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി നടക്കും. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഇമോഷണൽ കെയർ ടേക്കറായി മാറും. അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സാധാരണയായി പീപ്പിൾ പ്ലീസിംഗ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു വിരോധാഭാസമെന്ന് തന്നെ പറയാം. അതായത് സഹായം സ്വീകരിക്കാനുള്ള നമ്മുടെ മടി. ഇതിനെയാണ് ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റൊരാള് നമ്മളെ സഹായിക്കുകയോ നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു അസ്വസ്ഥതയും കുറ്റബോധവും ഒക്കെ തോന്നുന്ന അവസ്ഥയാണിത്. ഇവിടെ നോക്കൂ, ഇത് വളരെ വ്യക്തമാണ്. മറ്റൊരാൾ നമുക്കൊരു ചെറിയ സഹായം ചെയ്താൽ അത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ കടബാധ്യതയായി മാറും. ആരെങ്കിലും നമ്മളെ അഭിനന്ദിച്ചാൽ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും: ഞാൻ ഇതിനൊന്നും അർഹനല്ല എന്ന്. ഇനി ആരെങ്കിലും നിബന്ധനകളൊന്നുമില്ലാതെ നമ്മളെ സ്നേഹിക്കാൻ ശ്രമിച്ചാലോ? അത് നമുക്കൊട്ടും പരിചയമില്ലാത്ത, സുരക്ഷിതമല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. ഈ ശീലങ്ങളെല്ലാം ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ വേറൊരു വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്നേക്കാൾ നല്ലൊരാള് വന്നാല് അവരെന്നെ മാറ്റി അവരെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളൊരു ഭയം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇതൊരു സാധാരണ അസൂയയായിട്ടൊക്കെ തോന്നാം. പക്ഷേ സൈക്കോളജിക്കലി ഇത് വെറും അസൂയയല്ല, ഇതൊരു അതിജീവനത്തിന്റെ ഭാഗമാണ്, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. കാരണം നിങ്ങളുടെ തലച്ചോറ് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെക്കാൾ ഉപകാരമുള്ള വേറൊരാൾ വന്നാൽ ഉറപ്പായും എന്നെ എല്ലാവരും ഉപേക്ഷിക്കും. ഈ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയമാണ് പലപ്പോഴും നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്കിതിന്റെ അവസാന ഭാഗത്തേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം: നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എങ്ങനെ തിരിച്ചറിയാമെന്നതിലേക്ക്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളെ അങ്ങ് മറന്നുപോകും, അല്ലെങ്കിൽ അവഗണിക്കും. ഇതിനെയാണ് പാറ്റേൺ ഓഫ് സെൽഫ് നെഗ്ലക്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ഇതിനെ നിങ്ങളുടെ ഒരു വലിയ ഗുണമായിട്ടോ ത്യാഗമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരുപാട് പേര് ഇതിനെ ഒരു ത്യാഗമനോഭാവം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ സത്യം അതല്ല. ഇത് നിങ്ങളുടെ ശക്തിയല്ല. ഇത് ശരിക്കും
ചെറുപ്പത്തിൽ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചെടുത്ത ഒരു ശീലം മാത്രമാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ഉപായം. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാവുന്നത് നിങ്ങളുടെ ഉപയോഗം കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളായിരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മൂല്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നല്ല വരുന്നതെങ്കിൽ പിന്നെ എവിടുന്നായിരിക്കും അത് വരുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക.